ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള കുറച്ച് മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. ഇത് ഞാൻ കൈകാര്യം ചെയ്യാം. ഈ സെൻറ്റൻസ് ഓക്കെ ആണ്. ഇതിൽ ഇത് എന്ന് പറയുന്നത് ദിസ്, ഓക്കെ. ഞാൻ എന്ന് പറയുമ്പോൾ ഐ, ചെയ്യാം എന്ന് പറയുമ്പോൾ ഡു എന്നുള്ളൊരു അർത്ഥം വരും. ഈ കൈകാര്യം ചെയ്യാം എന്നെങ്ങനെ പറയും? കൈകാര്യം ചെയ്യാം എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ഹാൻഡിൽ എന്ന വാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഞാൻ കൈകാര്യം ചെയ്യാമെന്ന് എങ്ങനെ പറയാം? ഐ ഹാൻഡിൽ ദിസ്, ഐ വിൽ ഹാൻഡിൽ ദിസ്, അല്ലെങ്കിൽ ഐ ഹാൻഡിൽ ദിസ്. ഐ വില്ലിനെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് ഐ എന്ന് പറയാം. ഓക്കെ, അപ്പം ഇത് ഞാൻ കൈകാര്യം ചെയ്യാം, ഐ ഹാൻഡിൽ ദിസ്. കൈകാര്യം ചെയ്യാം എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഹാൻഡിൽ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. അവർ ഈ സമയം ഇവിടെ എത്തേണ്ടതാണ്. അവർ ഈ സമയം ഇവിടെ എത്തേണ്ടതാണ്. സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. അവർ ഈ സമയം ഇവിടെ എത്തേണ്ടതാണ്. ഇപ്പം ഈ എത്തേണ്ടതാണ്, എത്തുക എന്നുള്ളതിന് റീച്ച് അല്ലെങ്കിൽ അറൈവ് എന്നൊക്കെ നമുക്ക് പറയാം. എത്തേണ്ടതാണെന്ന് എങ്ങനെ പറയും? അവർ ഈ സമയം ഇവിടെ എത്തേണ്ടതാണ്. അത് നമുക്ക് ഇങ്ങനെ പറയാം, ദേ ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ബൈ നൗ. അതായത് അവരിവിടെ എത്തേണ്ടതാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് ഹാവ് എന്ന ഫ്രേസാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവർ ഈ സമയം ഇവിടെ എത്തേണ്ടതാണ്. ദേ ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ബൈ നൗ. ഈ സമയം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈ നൗ എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവർ ഈ സമയം ഇവിടെ എത്തേണ്ടതാണ്. ദേ ഷുഡ് ഹാവ് റീച്ച്ഡ് ഹിയർ ബൈ നൗ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടതാണ് എന്ന് പറയാനായിട്ട് നമുക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഷുഡ് ഹാവ് യൂസ് ചെയ്യാം. ഉദാഹരണത്തിന് കഴിക്കേണ്ടതാണ്, ഷുഡ് ഹാവ് ഈറ്റൻ. അല്ലെങ്കിൽ പറയേണ്ടതാണ്, ഷുഡ് ഹാവ് ടോൾഡ്. സംസാരിക്കേണ്ടതാണ്, ഷുഡ് ഹാവ് സ്പോക്കൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതാണ് എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഷുഡ് ഹാവ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. വെറും കൈയോടെ പോകേണ്ട. വെറും കൈയോടെ പോകേണ്ട. നീ വെറും കൈയോടെ പോകേണ്ട എന്നെങ്ങനെ പറയാൻ പറ്റും? നമുക്കിതിന് വെറും കൈയോടെ എന്നെങ്ങനെ പറയണം എന്നായിരിക്കും നമ്മുടെ എല്ലാവരുടെയും കൺഫ്യൂഷൻ. വളരെ സിമ്പിളാണ്. എംപ്റ്റി ഹാൻഡഡ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ്. എംപ്റ്റി ഹാൻഡഡ്. അപ്പം വെറും കൈയോടെ പോവേണ്ട എന്നുള്ളതിന് ഡോണ്ട് ഗോ എംപ്റ്റി ഹാൻഡഡ് എന്ന് പറയാവുന്നതാണ്. ഡോണ്ട് ഗോ എംപ്റ്റി ഹാൻഡഡ്. അപ്പം നീ വെറും കൈയോടെ പോവേണ്ട എന്നുള്ളിടത്ത് യു ചേർക്കേണ്ടതെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. നീ എന്ന് പറയുമ്പോൾ യു ആണല്ലോ. അപ്പോൾ യു ഡോണ്ട് ഗോ എംപ്റ്റി ഹാൻഡഡ് എന്ന് പറയണ്ടേ എന്ന് ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാളോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണല്ലോ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് യു എന്ന് പറയണം എന്നില്ല. ഡോണ്ട് ഗോ എംപ്റ്റി ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ്, നീ വന്നിട്ട് കുറേ നേരമായോ. നീ വന്നിട്ട് കുറേ നേരമായോ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? നീ വന്നിട്ട് കുറേ നേരമായോ. നമുക്കിങ്ങനെ ചോദിക്കാം, ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു അറൈവ്ഡ്. Has it been a while since you arrived? ഇവിടെ നേരത്തെ എത്തിയതാണ് ആൾ. അപ്പോൾ നേരത്തെ എത്തിയ ആളോട് ചോദിക്കുകയാണ് ഒത്തിരി നേരമായോ. അതുകൊണ്ടാണ് നമ്മൾ ഹാസ് ഇറ്റ് ബീൻ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നേരത്തെ വന്നതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴും ആൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി നേരമായോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഹാസ് ഇറ്റ് ബീൻ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നീ വന്നിട്ട് കുറേ നേരമായോ എന്ന് എങ്ങനെ ചോദിക്കും? ഹാസ് ഇറ്റ് ബീൻ എ വൈൽ സിൻസ് യു അറൈവ്ഡ്. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇത് ഏത് ദിവസമാണ്. ഇത് ഏത് ദിവസമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഏത് ദിവസമാണ് എന്ന് ചോദിക്കാനായിട്ട് വിച്ച് ഡേ ഈസ് ടുഡേ എന്ന് ചോദിക്കാം അല്ലേ? അങ്ങനെ ചോദിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വിച്ച് എന്ന വാക്ക് നമുക്ക് ഏത് എന്നുള്ളതിന് പകരം യൂസ് ചെയ്യാം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഇന്ന് ഏത് ദിവസമാണ്, തിങ്കളാഴ്ചയാണോ അതോ ബുധനാഴ്ചയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് വിച്ച് ഡേ ഈസ് ഇറ്റ് ടുഡേ, മൺഡേ ഓ വെൻസ്ഡേ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് വിച്ച് യൂസ് ചെയ്യാം. അതായത് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ, തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വിച്ച് എന്ന വാക്ക് യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇവിടെ ഓപ്ഷൻസ് ഒന്നുമില്ല, ഏത് ദിവസമാണ് ഇന്ന് എന്ന് ചോദിക്കുകയാണ്. ആ കേസിൽ നമ്മൾ വാട്ട് എന്ന വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. വാട്ട്, ഇന്ന് ഏത് ദിവസമാണ്. വാട്ട് ഡേ ഈസ് ഇറ്റ് ടുഡേ, അല്ലെങ്കിൽ വാട്ട് ഡേ ഈസ് ടുഡേ എന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് ദിവസമാണ് എന്നുള്ള ചോദ്യത്തിന് ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ വാട്ട് ഡേ ഈസ് ടുഡേ എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ആരുടേതാണ്. ഇത് ആരുടേതാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? ആരുടെ എന്ന വാക്ക് കാണുമ്പോഴേ നമുക്ക് ഹൂ എന്ന വേർഡാണ് ഓർമ്മ വരുന്നത് അല്ലേ? ഹൂ ഇസ് ദിസ് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഹൂ ഇസ് ദിസ്, അത് ശരിയാണോ? അല്ല. ഹൂ ഇസ് ദിസ് എന്ന് വെച്ചാൽ ഇത് ആരാണെന്നാണ് അല്ലേ? അപ്പോൾ ഇത് ആരുടേതാണെന്ന് എങ്ങനെ ചോദിക്കും? ആ കേസിൽ നമുക്ക് ഹൂസ് എന്ന വാക്ക് യൂസ് ചെയ്യാം. ഹൂസ് ഇസ് ദിസ്,
ഇത് ആരുടേതാണ്. ആരുടേത് എന്ന ചോദ്യത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഹൂസ് എന്ന വാക്കാണ്. ഓക്കെ, അപ്പം ഹൂസ് ഇസ് ദിസ്, ഇത് ആരുടേതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസും കുറച്ച് പുതിയ വാക്കുകളൊക്കെ പഠിച്ചു. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ കുറേ സെൻറ്റൻസസ് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസസോ വേർഡ്സോ ഉണ്ടെങ്കിൽ ദയവായത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ നമുക്ക് ഈ വീഡിയോസിലൂടെയും ബുക്സിലൂടെയും അതുപോലെ തന്നെ പല വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. പക്ഷേ സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. സംസാരിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തെറ്റുകൾ തിരുത്തി, തെറ്റുകൾ വരുത്തി, തെറ്റുകൾ തിരുത്തി തന്നെ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസാണ് നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമ്മൾ കോഴ്സ് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ വായിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് തുറന്ന് പറയാം. അതനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് ദേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mithra. Stop worrying, start learning.